മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഇല്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിവരങ്ങളുമായി റിയാസ് KMR കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. റിയാസ്, വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണോ നീങ്ങുന്നത്? എന്താണ് ഈ പുതിയ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലിബീഷ്, ഏറ്റവും പ്രധാനമായി എക്സ്ക്ലൂസീവ് തന്നെ ആ വാർത്ത പുറത്തുവിടുകയാണ്. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് മൂന്നാം സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനായി കോൺഗ്രസ് ഒരുങ്ങുന്നു. അത് പ്രധാനമായും പോകുന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റായ വയനാട് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന് പറയുന്ന ആവശ്യം അത് നിറവേറ്റാനുള്ള ചർച്ചകളാണ്. ഒരു കൊണ്ടുപിടിച്ചുള്ള മാരത്തൺ ചർച്ചകൾ ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകുന്നത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെടുന്നു. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി KC വേണുഗോപാൽ ഫോണിൽ സംസാരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉത്തരേന്ത്യയിലടക്കം കണ്ടതാണ്. AIP കോൺഗ്രസ് സഖ്യത്തിൽ ഉൾപ്പെടെ കണ്ട ആ ഒരു വിട്ടുവീഴ്ചയുടെ ഒരു സാധ്യത ഇവിടെ കേരളത്തിലും തെളിയുന്നു. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന് ഒരു നാഴികയ്ക്ക് 40 വട്ടം എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും മൂന്നാം സീറ്റ് വിട്ടു നൽകാനുള്ള ഒരു മനസ്സ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഹൈക്കമാൻഡിലേക്ക് പന്തെത്തുന്ന സമയത്ത് അത് ഹൈക്കമാൻഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സീറ്റ് തന്നെ വിട്ടു നൽകിക്കൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഇല്ല എന്നൊരു മറ്റൊരു വലിയൊരു വാർത്ത കൂടി ഇതിന്റെ ആനുപാതികമായി വരുന്ന ഒരു സൂചനയായി നമുക്ക് ലഭിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് വയനാട്ടിൽ CPIയുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ്. ആനി രാജ എന്ന് പറയുന്നത് CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് CPI എന്നുള്ളത്. ആ CPIക്കെതിരെ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കുന്ന തെറ്റായ സന്ദേശം ഒരുപക്ഷെ കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് മുന്നണികൾ എതിരായി മത്സരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് മറ്റൊരു ദേശീയ നേതാവിനെതിരെ മത്സരിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് തെറ്റായ സന്ദേശം ദേശീയ തലത്തിൽ നൽകും. BJP അത് തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരണം നടത്താനുള്ള സാധ്യതകളുണ്ട്. ഈ വിലയിരുത്തലുകളാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഉണ്ടാകില്ല എന്നൊരു സൂചന ഉണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ UDF കൺവീനർ MM ഹസൻ അടക്കമുള്ളവർക്ക് വയനാട്ടിലെ സീറ്റിൽ കണ്ണുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് വരുന്നു. എന്നാൽ ഇപ്പോൾ വേണ്ടത് പ്രധാനമായും പ്രശ്നപരിഹാരമാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസിന് UDFന് മേൽക്കൈ കിട്ടുന്ന രീതിയിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിനായി ദേശീയ തലത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വയനാട് സീറ്റ് ലീഗിന് വിട്ടു നൽകാനുള്ള സാധ്യതകളെ കുറിച്ചാണ്. എന്തായാലും അന്തിമ തീരുമാനം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ രാഹുൽ ഗാന്ധിയുടെ കൂടി തീരുമാനത്തിന് പാത്രമായിക്കൊണ്ടായിരിക്കും ആ തീരുമാനമെടുക്കുക. അതേസമയം തന്നെ ഈ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു വയനാട് സീറ്റ് ഏറ്റവും കാര്യം അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന പഴയ ഫോർമുലയിലേക്ക് തന്നെ കാര്യങ്ങൾ അവസാന നിമിഷം എത്തിത്തിരിഞ്ഞേക്കാം. എങ്കിൽ കൂടിയും ലീഗിന് മൂന്നാം സീറ്റ് നൽകാൻ കോൺഗ്രസ് ഒരുങ്ങി സന്നദ്ധമായി എന്നൊരു സൂചനകളാണ് ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ആയി നമുക്ക് നൽകാനുള്ളത്. ലിബീഷ്, റിയാസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFന്റെ സുരക്ഷിതമായ കേരളത്തിലെ സീറ്റ് ഏതെന്ന് ചോദിച്ചാൽ അതിൽ വയനാട് എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ കോൺഗ്രസിലെ പല പ്രമുഖർക്കും ആ സീറ്റിൽ കണ്ണുണ്ടാകും. ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുന്നത് കോൺഗ്രസിൽ ഉണ്ടാക്കാവുന്ന ചലനങ്ങൾ, അതിനെ എങ്ങനെ നേരിടാനാകും ഹൈക്കമാൻഡ് ആലോചിക്കുക? എന്തായാലും ഇത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള തീരുമാനമായിട്ടാണ് നാളത്തെ തീരുമാനം വരിക, അന്തിമ തീരുമാനം വരിക. അത് നാളത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ഇവിടെയുള്ള KPCC അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ലീഗ് നേതാക്കളെ വ്യക്തമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഹൈക്കമാൻഡിൽ നിന്നുള്ള തീരുമാനം വരിക. അത് നാളെ വൈകുന്നേരത്തോടുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 27-ന് ലീഗ് 3 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അത് മിക്കവാറും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ ആയിരിക്കും. നേരത്തെ പൊന്നാനിയിലുള്ള ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി
മാറ്റിക്കൊണ്ട് മലപ്പുറത്തുള്ള അബ്ദുസമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് KS ഹംസ പൊന്നാനിയിൽ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി സമസ്തയ്ക്ക് കൂടി പ്രിയപ്പെട്ട ഒരാളെ പൊന്നാനിയിൽ നിർത്തുക എന്നുള്ളതിന്റെ ഒരു തന്ത്രം കൂടി അബ്ദുസമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട്. കാരണം KS ഹംസ സമസ്ത നേതൃത്വവുമായി എടുത്തു നിൽക്കുന്ന ഒരാളാണ്. ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പൊന്നാനിയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടുള്ള KS ഹംസ എന്ന് പറയുന്നത്. ആ KS ഹംസയെ എതിരിടാൻ ഏറ്റവും നല്ല അനുയോജ്യനായ സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുൾപ്പെടെ ഈ വയനാട് കൂടി ലീഗിന് കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 27-നായിരിക്കും പ്രഖ്യാപിക്കുക. ആ 27 പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായുള്ള അന്തിമ തീരുമാനം അത് നാളെ ഉണ്ടാകും, നാളെ വൈകിട്ടോടുകൂടി ഉണ്ടാകും. അത് എന്തായാലും കോൺഗ്രസ് വലിയൊരു വിട്ടുവീഴ്ച, ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ ഏറ്റവും വലിയൊരു വിട്ടുവീഴ്ച, കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാനമായൊരു സീറ്റ് തന്നെ വിട്ടു നൽകിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയ്ക്കാണ് ഒരുങ്ങുന്നത് എന്നതിന്റെ സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്. അതേസമയം ലീഗ് സീറ്റ് വയനാട് രാഹുൽ ഗാന്ധിക്ക് പകരം ലീഗ് ുമ്പോഴുണ്ടാകുന്ന ഒരു സീറ്റ് സ്വീകരിക്കാൻ ലീഗ് തയ്യാറാകുമോ എന്നുള്ളത് നാളെ കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന ഫോർമുലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യും. ലിബീഷ്, റിയാസ്, മുൻപ് 5-ാം മന്ത്രി സ്ഥാനമൊക്കെ UDFൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഉണ്ടാക്കിയ പുകിലൊക്കെ നമ്മൾ കണ്ടതാണ്. ലീഗിൻ്റെ ഈ 3-ാം സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് അത്ര പെട്ടെന്ന് കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കാൻ കഴിയുമോ? ഈ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടുള്ള ലീഗിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ? ലീഗ് പ്രധാനമായും രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായാണ് ഈ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയത്. പക്ഷേ അണികൾ അത് വളരെ വൈകാരികമായി എടുത്തു. അതോടുകൂടി ലീഗ് നേതൃത്വത്തിന് കൂടുതൽ സമ്മർദ്ദം അണികളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതോടുകൂടി 3-ാം സീറ്റ് എന്ന നേരത്തെയുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ലീഗ് നേതൃത്വത്തിന് കഴിയാതെ വന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി അത് വളരെ ഗൗരവകരമായ ഒരു വിഷയമായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ഈ രാജ്യസഭാ സീറ്റ് എന്നുള്ളതും ഒരു ഫോർമുലയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കും. പക്ഷേ 3-ാം സീറ്റ് എന്ന് പറയുന്ന ആവശ്യം ന്യായമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. കാരണം ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് KC വേണുഗോപാലിന്റെ ഒക്കെ നേതൃത്വത്തിൽ ലീഗ് നേതാക്കളുമായൊക്കെ നടക്കുന്നത്. ഈ ചർച്ചയുടെ അന്തിമ തീരുമാനം അത് രാഹുൽ ഗാന്ധിയുടെ കൂടി ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ കൂടി ധരിപ്പിച്ച ശേഷം, അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും. അങ്ങനെയെങ്കിൽ രാഹുൽ ഉത്തരേന്ത്യയിൽ കൂടി മത്സരിക്കും എന്നൊരു സൂചന കൂടി നമുക്ക് നൽകേണ്ടി വരും. കാരണം വയനാട്ടിലേക്കില്ലെങ്കിൽ രാഹുൽ ഉത്തരേന്ത്യയിൽ കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. രാഹുലിന്റെ 2-ാമത്തെ സീറ്റ് ഏതായിരിക്കും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. റിയാസ്, പലപ്പോഴും ഈ സീറ്റ് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ കൂടുതൽ സീറ്റിന് വേണ്ടി മുന്നണിയിലെ കക്ഷികൾ ആവശ്യങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. ലീഗും ആ രീതിയിൽ 3-ാം സീറ്റിനായി ഒരു ആവശ്യം ഉന്നയിക്കുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും ലീഗിൻ്റെ ഈ അർഹത അംഗീകരിച്ചുകൊണ്ട് തന്നെ ലീഗിന് 3-ഓ 4-ഓ സീറ്റിനൊക്കെ അർഹതയുണ്ട് എന്ന് പറയുകയും സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും ലീഗിനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി 2 സീറ്റിൽ ഒതുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് നേതൃത്വം ഈ രീതിയിലേക്ക് മാറുമ്പോൾ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതല്ലേ? ഹൈക്കമാൻഡിൻ്റെതാണ് ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അവസാന വാക്ക് എന്നുള്ളത്. അത് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ, അത് 3-ാം സീറ്റ് ഉണ്ടെന്നായാലും ഇല്ലെന്നായാലും ഒരു തീരുമാനമെടുത്താൽ അതനുസരിച്ച് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് നിവൃത്തിയുള്ളൂ. കാരണം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വെച്ച് ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് തന്നെയാണ്. ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ്. CPMന്റെ പോളിറ്റ് ബ്യൂറോ എന്താണോ അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ആ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം അനുസരിക്കുക, അതിന് ബാധ്യസ്ഥരാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് നേതാവും അണിയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അനുരണനങ്ങൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം നാളെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അതിന്റെ ഏറ്റവും ആദ്യത്തെ സൂചനകളാണ് ഏറ്റവും ആദ്യം പ്രേക്ഷകരിൽ കേരള വിഷൻ ന്യൂസ് എത്തിക്കുന്നത്. ലീഗിന് 3-ാം സീറ്റ് നൽകാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. വയനാട്ടിലേക്ക് ചർച്ചകൾ നീങ്ങുന്നു. അത് സംബന്ധിച്ച ചർച്ചകൾ ഹൈക്കമാൻഡിൽ നടക്കുന്നു. ഒപ്പം തന്നെ KC വേണുഗോപാൽ ലീഗ് നേതാക്കളുമായി ഈ വിഷയം സംസാരിക്കുന്നു. ഇത്രയും നാൾ KPCC പ്രസിഡന്റ് K സുധാകരൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരായിരുന്നു പരസ്പരം കുഞ്ഞാലിക്കുട്ടിയുമായും തങ്ങളുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതിനിധി ഇന്ന് സംസാരിച്ചു എന്നുള്ളത് ലീഗിനും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്, ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ലീഗ് ഇപ്പോൾ ശുഭപ്രതീക്ഷയിലാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലിബീഷ്.
റിയാസ്, ഈ ലീഗിൻ്റെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. ലീഗ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള രീതിയിൽ BJP അടക്കം വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ നേരിടുമെന്ന് കൂടി ആലോചിച്ചായിരിക്കുമല്ലോ ഇപ്പോഴത്തെ നീക്കങ്ങൾ. എങ്ങനെ നേരിടാനായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മനസ്സിലിരിപ്പ്? തീർച്ചയായും ലിബീഷ് പറഞ്ഞത് വളരെയധികം ഒരു വസ്തുതാപരമായ കാര്യമാണ്. കാരണം ഇന്ന് തന്നെ ഈ BJPയുടെ കേരള പദയാത്ര ഇന്ന് നയിച്ചത് MT രമേശാണ്. കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ അദ്ദേഹം സുരേന്ദ്രൻ ഇന്ന് ഡൽഹിയിൽ സീറ്റ് ചർച്ചയുടെ ഭാഗമായി പോയതിന്റെ അഭാവത്തിൽ ഇന്ന് MT രമേശാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, കേരള പദയാത്ര നയിച്ചത്. അപ്പോൾ MT രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം ലീഗിന് 3-ാം സീറ്റ് എന്ന് പറയുന്ന ആവശ്യം, ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം BJPയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ആവിഷ്കരിക്കും. ഒപ്പം തന്നെ ഉത്തരേന്ത്യയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരണായുധമാക്കി BJP മാറ്റും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ UDFനെ സംബന്ധിച്ച്, പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തരായ ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. നേരത്തെ UDFൽ ഒരുപാട് ഘടകകക്ഷികളുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് M അടക്കമുള്ള അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ പിന്നീട് മുന്നണി വിട്ടുപോയെങ്കിലും ഒരിടക്കാലത്ത് ലീഗ് വിട്ടുപോയി എന്നത് ഒഴിച്ചു നിർത്തിയാൽ UDFന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ UDFന്റെ നെടുംതൂണായി നിന്നത് മുസ്ലിം ലീഗാണെന്ന വസ്തുത കോൺഗ്രസ് നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ 3-ാം സീറ്റ് നൽകിക്കൊണ്ട് ലീഗിന്റെ ആവശ്യം പരിഗണിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുൻതൂക്കം നൽകുന്നത്. അതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് LDFൽ 2-ാം കക്ഷിയായ CPIക്ക് 4 സീറ്റുകൾ നൽകുമ്പോൾ മലബാറിൽ അവരെക്കാൾ ശക്തമായ വേരോട്ടമുള്ള മുസ്ലിം ലീഗിന് കേവലം 2 സീറ്റ് മാത്രം നൽകുന്നതിൽ ലീഗ് അണികളിലടക്കം വലിയൊരു അമർഷമുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ 3-ാം സീറ്റ് ഇല്ല എന്ന തരത്തിൽ കോൺഗ്രസ് പെരുമാറിയാൽ അത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് അണികൾക്കിടയിൽ നിന്നുള്ള വലിയ തിരിച്ചടിക്ക് കോൺഗ്രസ് നേതാക്കളും പാത്രീഭൂതരാവേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ലീഗിന് 3-ാം സീറ്റ് നൽകിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കോൺഗ്രസ് എത്തുന്നതിന്റെ ഒരു കാരണമായി നമുക്ക് വിലയിരുത്തേണ്ടത്. ലിബീഷ്. ശരി റിയാസ്, വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ UDFൽ നടക്കുന്നു. മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് കേരള വിഷൻ ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസായി നൽകുന്നത്. വയനാട് നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിൽ സജീവമായിട്ട് നടക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കില്ല എന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഇന്ത്യ മുന്നണിയിലെ ഐക്യം പരിഗണിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ വരുമ്പോൾ വയനാട് സീറ്റ് മുസ്ലിം ലീഗിന് 3-ാം സീറ്റായി നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ UDFൽ സജീവമായി നടത്തുന്നു. ഈ കേരള വിഷൻ ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് റിയാസ് KMR നൽകിയത്.